ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ ഗുളികയുടെ കവറുകളെല്ലാം വെച്ചൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുത്താലോ. ഇതിന്റെ ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ കീറിക്കളയാണ്. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു ഷേപ്പിലുള്ള ഗുളികയുടെ കവറിൽ നിന്നും നമുക്ക് 6 എണ്ണാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മളിന്ന് ഇത് വെച്ച് പൂക്കളാണ് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ നിന്നും 6 എണ്ണം കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരെണ്ണാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിന്റെ ചുറ്റുമുള്ള ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയണം. അപ്പൊ ഇനി ഇതുപോലത്തെ ഗുളികയുടെ കവറുകളൊന്നും ആരും വെറുതെ കളയരുത്. ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളായി ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന പൂക്കളാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. അതെല്ലാം നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പൊ നമ്മൾ അതിൽ കുഴിയുള്ള ഭാഗം അവിടെ നിർത്തി അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ നമ്മളിവിടെ പഴയൊരു ഷാൾ എടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് കവറുകളും നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്ലവർ കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു നൂലും ഈർക്കളിയുടെ പീസും നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇത് ഓരോന്നും നമുക്ക് ഈ ഷാളിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇവിടെയായിട്ട് നമുക്ക് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. നമ്മളിവിടെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ ഇവിടെ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ കെട്ടിക്കൊടുത്തിട്ടുള്ള നൂലാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കാൻ മറന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്തെടുത്തതുപോലെ ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. മെഡിസിൻ സ്ട്രിപ്സ് വെച്ച് ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 6 എണ്ണവും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇതിൽ നമുക്ക് പ്ലാസ്റ്റിക് കവറിന്റെ പീസാണ് കവർ ചെയ്തെടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിന്റെ നടുക്കായിട്ട് ഇത് വെച്ചു കൊടുക്കണം. ഈർക്കളിയും നമ്മൾ ഇതുപോലെ വെച്ചു കൊടുക്കണം. അതിനുശേഷം ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ ആയിട്ട് നമുക്ക് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറിന്റെ പീസ് എടുത്തതിന് പകരമായിട്ട് നമ്മുടെ കയ്യിൽ വേറെ ഒരു കളർ ഷാളിന്റെ പീസ് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഇതളുകളായി ഇതിന് ചുറ്റും വെച്ച് കെട്ടിക്കൊടുക്കാം. അപ്പൊ ഇനി ഗുളികകളൊക്കെ തീർന്ന കവറുകൾ വെറുതെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് എറിയാതെ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഗുളികകളുടെ കവറിന്റെ കൂടെ നമ്മൾ ഒഴിവാക്കി വെച്ച പഴയ ഷാളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അതില്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ ആയാലും മതി. വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന പൂക്കളാണിത്. പൂക്കളുടെ ഇതളുകളും പൂക്കളുടെ നടുക്ക് വെച്ചു കൊടുക്കുന്നതും എല്ലാം നമ്മൾ ഗുളികയുടെ കവറുകൾ വെച്ചാണ് ചെയ്തെടുക്കുന്നത്. 5 ഇതളുകൾ നമ്മൾ അതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇതളും കൂടെ നമുക്ക് അതിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കാനുണ്ട്. ഇപ്പം നമ്മുടെ ഫ്ലവർ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ തണ്ടിൽ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിന്റെ പീസ് ഒന്ന് ചുറ്റി കൊടുക്കണം. അപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കൊന്ന് ചുറ്റി കൊടുക്കാം. ഇനിയിപ്പോ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ ഇല്ലെങ്കിൽ ഗ്രീൻ ടാപ്പ് ചുറ്റിയെടുത്താലും മതി. ഇപ്പൊ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ഇതുപോലെ ഒരു ഫ്ലവർ ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് പൂക്കൾ കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിലുള്ള ഗുളികയുടെ കവറുകൾ വെച്ച് നമ്മൾ പൂക്കൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുത്താൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് കവറിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ പഴയ ഷാളിൽ കവർ ചെയ്തെടുത്തതുപോലെ പ്ലാസ്റ്റിക് കവറിലാണ് കവർ ചെയ്തെടുക്കേണ്ടത്. 6 ഇതളുകളും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പൊ ഇനി പ്ലാസ്റ്റിക് കവർ കിട്ടാത്തവര് പഴയ ഷാള് വെച്ച് ചെയ്തെടുക്കുക. ഷാള് കയ്യിലില്ലാത്തവര് പ്ലാസ്റ്റിക് കവർ വെച്ച് ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതെല്ലാം ഇതുപോലെ ചെയ്തെടുത്തു. ഫ്ലവറിന്റെ നടുക്ക് വെച്ച് കൊടുക്കാനുള്ളത് നമ്മൾ പിങ്ക് കളർ പ്ലാസ്റ്റിക് കവറിന്റെ പീസിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഈർക്കളിയും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം ചെയ്തെടുത്തതുപോലെ തന്നെ ഇതിന് ചുറ്റുമായിട്ട് നമുക്ക് ഓരോ ഇതളുകളും വെച്ച് കെട്ടിക്കൊടുക്കണം. പ്ലാസ്റ്റിക് കവറുകളെല്ലാം വെച്ചും പഴയ ഷാളുകളൊക്കെ വെച്ചും നമ്മുടെ ചാനലിൽ മുൻപ് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസ് ഒക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണേ.
അതുപോലെ നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ക്രാഫ്റ്റ് ഐഡിയകളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ തണ്ടിലും നമ്മൾ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിന്റെ പീസൊക്കെ ഇതുപോലെ ചുറ്റി കൊടുത്തു. പല കളറിലുള്ള പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ട് നമ്മൾ വേറെയും പൂക്കൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കുകൾ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ പൂക്കളെല്ലാം വെച്ച് കൊടുക്കാനുള്ള ഒരു കുഞ്ഞു ഫ്ലവർ വേസ് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പേപ്പർ ഗ്ലാസ്സിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് കട്ടിയുള്ള പേപ്പറിലേക്ക് അതൊന്ന് ഒട്ടിച്ചെടുക്കണം. അതിന് ചുറ്റുമുള്ള ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു. പേപ്പർ ഗ്ലാസിന്റെ ഈ ഒരു ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പേപ്പർ ഗ്ലാസിന്റെ അടിവശവും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നീട് നമ്മൾ ഈ 2 പേപ്പർ ഗ്ലാസും കൂടെ ചേർത്തൊന്ന് ഒട്ടിച്ചു കൊടുത്തു. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു ലേസും കൂടെ അതിൽ ഒട്ടിച്ചു കൊടുത്തു. ഇപ്പം നമ്മുടെ ഫ്ലവർ വേസ് ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പൂക്കളെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് നോക്കാം. ഇതുപോലെ എല്ലാ പൂക്കളും നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇലകൾ വേണം എന്നുണ്ടെങ്കിൽ ഇലകളും ചെയ്തെടുക്കാം. ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ വെച്ച് നമുക്ക് ഇലകളും ചെയ്തെടുക്കാം. പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ചെരിച്ചാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. വീണ്ടും നമ്മളതൊന്ന് നിവർത്തി കൊടുത്തതിന് ശേഷം ചുരുക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കത് നൂല് വെച്ചൊന്ന് കെട്ടി കൊടുക്കണം. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഇലകൾ നമുക്ക് ഇതിലേക്കൊന്ന് വെച്ച് നോക്കാം. ഇപ്പം നമ്മൾ ഇലകൾ ഇതുപോലെ വെറുതെ ഒന്ന് വെച്ച് നോക്കുകയാണ്. അതിനുശേഷം നമ്മൾ അതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് മുഴുവനായും നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ചാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഇലകളെല്ലാം നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുത്തു. എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക്? നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണേ. അതുപോലെ ഒരു ലൈക്ക് തരാൻ ആരും മറന്നു പോവരുതേ. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ പറയുക. അപ്പോൾ നമ്മുടെ ചാനലിൽ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള മറ്റ് ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.